ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വ്ളോഗൊന്നുമല്ല. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയാസിൽ അത്യാവശ്യം വാർത്തയായിട്ട് പോകുന്നൊരു വിഷയം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു ബസ്സായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാലോ. ഞാൻ എൻ്റെ വീഡിയോസൊന്നും അടിയിടുന്നില്ല. ഒരു റീച്ചിന് വേണ്ടി ഒരാൾ മെക്കട്ടേക്ക് കയറി ചെന്ന് ചെയ്തൊരു പരിപാടി. അതിൻ്റെ പേരിൽ ആൾ സൂസൈഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നും താഴെ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വിഷയം ഇപ്പോൾ വലുതായി നല്ല അത്യാവശ്യ രീതിക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിഷമമായിരുന്നു ആളെ കിട്ടാണ്ട്. ആ വ്യക്തി അതിന് ശേഷം ഒളിവിലായിരുന്നു. നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, കേസ് എടുക്കുന്നുണ്ട്, അതെടുക്കുന്നുണ്ട്. പക്ഷേ ഇയാളെ പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ നല്ല ഇന്നലെ ആയിട്ട് നമുക്കൊരു വീഡിയോസൊക്കെ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ റീച്ചിന് വേണ്ടി ഒരാൾ മെക്കെട്ട് കയറി ചെന്ന് ഒരാൾ ജോലിയൊക്കെ കളഞ്ഞ ഒരാൾ എന്ന നിലയ്ക്ക് അത് അറിയിക്കുന്നൊരു ശിക്ഷ കിട്ടാൻ വേണം. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര പെട്ടെന്ന് ആളെ പിടിക്കുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും അറിയില്ല. പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിനി കുറച്ച് നാളുകൾക്ക് മാത്രമാണ് ഈ റീച്ച്, ഈ ഒരു ഇപ്പോൾ അത്യാവശ്യം റീച്ചായി പോകുന്ന വാർത്ത ആയതിനാൽ ഇനി കുറച്ച് നാളുകൾ മാത്രമുള്ള കാര്യമാണോ ഇതെന്ന് നമുക്കറിയില്ല. ജയിലിൽ കൊണ്ടുവന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി ഇതെന്താവും നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഒരുപാട് പേര് വരും ജാമ്യം കൊടുക്കാനായിട്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇപ്പം ഈ നടന്നൊരു വിഷയത്തെ പറ്റി ഒരുപാട് പെൺകുട്ടികൾ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യ രീതിക്ക്. പക്ഷെ കുറേ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാടല്ല, കുറച്ച് ആൾക്കാർ. അതെന്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. കാരണം ആ വീഡിയോയിൽ കറക്റ്റാണ് ആ പെണ്ണിനെ മെക്കിട്ട് പോയിട്ടേ ഇല്ല. അവർ റീച്ചിന് വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഇപ്പം ഈ ചെയ്തു വെച്ചതിന് വേണ്ടി അത്യാവശ്യം ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സീരിയസ് ആയിട്ട് ഇങ്ങനത്തെ ഒരു വിഷയം ബസ്സിൽ നടക്കുവാണെങ്കിൽ ഒറ്റ മനുഷ്യൻ മൈൻഡ് ചെയ്യത്തില്ല. അതാണ് ഇങ്ങനെ ചെയ്തുണ്ടാക്കുമ്പോൾ ഒരു വിഷയം. നമ്മൾ ശരിക്കും ഒരാൾ മെക്കിട്ടൊന്ന് കയറിയാൽ പോലും ആൾക്കാർ മൈൻഡ് ചെയ്യില്ല. കാരണം റീച്ചിന് വേണ്ടിയാണെന്ന് വിചാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ തമാശയാണെന്ന് വിചാരിക്കത്തുള്ളൂ. ഇതാണ് ഇങ്ങനെ ചെയ്തു വെക്കുമ്പോഴൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് നല്ലൊരു ശിക്ഷ ആൾക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. ആ രീതിയിൽ നമുക്ക് സന്തോഷിക്കാം. വേറെ ഒന്നല്ല, എനിക്കിത് പറയണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോ ആണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇട്ടത്. പോരാതിന് ബസ്സിൻ്റെ CCTV അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം തിരക്കുണ്ട്, നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഒരാൾ കയറി നല്ല അത്യാവശ്യം മുട്ടിലാണ്ട് നിൽക്കാനേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ കിട്ടിക്കൊണ്ടിട്ടാണ് ഇപ്പോൾ നേരെ എതിര് തിരിഞ്ഞത്. ഒരു പക്ഷേ ഇയാൾ ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്കെതിരെ ഇതുപോലെ ഇത്രയ്ക്കാവില്ലായിരുന്നു കേസ്. അത് വേറെ കാര്യം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറയണമല്ലോ. കാരണം ആൾ മരിച്ചുകൊണ്ടിട്ടായിരിക്കാം ഇത്രയും ആൾക്കാർ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിലും മരിച്ച ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതും ആൾ തെറ്റുകാരനല്ല, നമുക്കതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.